ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേറ്ററ്റിന്റെ എക്സാം അടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതും സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതുമായിട്ടുള്ള പാറ്റേണിലുള്ള എന്നാൽ ഇച്ചിരി ടഫായിട്ടുള്ള ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, വൈ ആർ യു ലേറ്റ്? ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈ ആർ യു ലേറ്റ്? The teacher asked the boy, why was he late? The teacher asked the boy, why he was late. The teacher asked the boy, why he is late. The teacher asked the boy, why is he late? അപ്പോൾ ഇതിന്റെ ഉത്തരമായിട്ട് എന്താണ് വരിക? ഈ സമാർ വന്നു കഴിഞ്ഞാൽ വാസ് ഓർ വേർ ആയിട്ട് മാറുമെന്ന് നമ്മുടെ റൂളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ സമാർ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ സമാർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും വാസ് ഓർ വേർ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ വാസ് ഓർ വേർ വന്നിരിക്കുന്നത് എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. ഈസ് വന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. സിയും ഡിയും ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് കളയാം അല്ലെ. പിന്നെ ബാക്കിയുള്ളത്, ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ വാസ് ഹി ലേറ്റ്. ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി വാസ് ലേറ്റ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദ്യം രൂപേണയുള്ള ചോദ്യങ്ങൾ അല്ലേ, ചോദ്യം രൂപേണയുള്ള റിപ്പോർട്ട് ചെയ്യാനുള്ള കേസുകൾ, ക്വസ്റ്റ്യൻ വേർഡ് ടൈപ്പ് സെന്റൻസുകളുടെ കേസിൽ നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ആയിരിക്കണം ആദ്യം വരേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് സബ്ജക്റ്റ് ആദ്യം വരുന്നത് എവിടെയാണെന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ വാസ് ഹി ലേറ്റ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആണോ ആദ്യം വന്നിരിക്കുന്നത്? വാസ് ആണ് വന്നിരിക്കുന്നത്. വെർബാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതും ഒഴിവാക്കാം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി വാസ് ലേറ്റ്. ഹി വാസ് ലേറ്റ്, ഇവിടെ സബ്ജക്റ്റ് ആണ് ആദ്യം വന്നിരിക്കുന്നത്, അതിനുശേഷമാണ് വെർബ് വന്നിരിക്കുന്നത് അല്ലെ. വൈ ഹി വാസ് ലേറ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഈസാമാർ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴത്തേക്കും വാസ് ഓർ വേർ ഉപയോഗിച്ചായിരിക്കും നമ്മളത് മാറ്റുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഇത്തരം എക്സാമുകൾക്ക് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പം നമ്മൾ ഗ്രാമർ ഫുള്ളായിട്ട് എല്ലാം അറിഞ്ഞ് പഠിച്ചില്ലെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ, ഈ സമാർ വന്നു കഴിഞ്ഞാൽ വാസ് ഓർ വേർ വരും എന്ന് പറയുന്ന ആ ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പല ഓപ്ഷനുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ചോദ്യം, ക്വസ്റ്റ്യൻ 10. ഡാഷ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ, ഹി റീഡ്സ് എ ലോട്ട്. ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ അവൻ വളരെയധികം വായിക്കാറുണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഉത്തരവായിട്ട് വരിക? ഓപ്ഷനിൽ ബി ഉണ്ട്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു വെർബിന്റെ യൂസേജ് ആണ്. അവിടെ അതല്ല ഉത്തരവായിട്ട് വരുന്നത്. ഹാവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊസഷനെ കാണിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് കാണിക്കാൻ. ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രവൃത്തിയെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബീയിങ് ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. കാരണം ബീയിങ് എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ ബീയിങ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ബീയിങ് ആയിരിക്കും. ബീയിങ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ, ഹി റീഡ്സ് എ ലോട്ട്. ഓക്കെ, അടുത്തതായിട്ട് ഒരു ചോദ്യം ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഓഫ് ദ ഫോളോവിങ് സെന്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി അക്സെപ്റ്റബിൾ? അപ്പൊ നമുക്ക് 4 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. വൺ അമംഗ് ദ ബോയ്സ് ആർ നോട്ടി, വൺ അമംഗ് ദ ബോയ്സ് ബീയിങ് നോട്ടി, വൺ അമംഗ് ദ ബോയ്സ് വെയർ നോട്ടി, വൺ അമംഗ് ദ ബോയ്സ് ഈസ് നോട്ടി. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ട് വരുന്ന സെന്റൻസ്? ആദ്യം നോക്കാം. വൺ അമംഗ് ദ ബോയ്സ് ആർ നോട്ടി, ശരിയോ? വൺ അമംഗ് ദ ബോയ്സ്. അപ്പൊ ഇവ വൺ അമംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ബോയ്സിൽ ഒരാളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂട്ടം കുട്ടികളുണ്ട്, അതിൽ ഒരാളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആർ ഉപയോഗിക്കാൻ പറ്റുമോ? ആർ ഉപയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഇനി അടുത്ത് വൺ അമംഗ് ദ ബോയ്സ് ബീയിങ് നോട്ടി, ഇതും ശരിയല്ല. ഇനി വൺ അമംഗ് ദ ബോയ്സ് വെയർ നോട്ടി, വേർ എന്ന് പറയോ? ഇല്ല, ആ ഒരാളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അതും തെറ്റാണ്. ഇനി ഇവിടെ ശരിയായിട്ട് വരുന്ന ഏതാണ്? വൺ അമംഗ് ദ ബോയ്സ് ഈസ് നോട്ടി എന്നുള്ളതാണ് ശരിയായിട്ട് വരിക. അപ്പോൾ ആ ഒരാളെ കുറിച്ചാണ്, ആ കൂട്ടത്തിലെ ഒരാളെ സ്പെസിഫൈ ചെയ്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സിംഗുലാർ ഓക്സിലറി വെർബ് തന്നെ ഇവിടെ ഉപയോഗിക്കണം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കൺഫ്യൂസ് ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ്. വൺ അമംഗ് ദ, അപ്പോൾ വൺ അമംഗ് ദ ബോയ്സ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറയും, വൺ ഓഫ് ദ കൂട്ടിയിട്ടുള്ള ഇത്തരം പ്രയോഗങ്ങളുടെ കൂടെ എപ്പോഴും നമ്മൾ മോസ്റ്റ്ലി സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വെർബ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ച്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഉത്തരം എഴുതാനായിട്ട്
ശ്രമിക്കുക. കാരണം പെട്ടെന്ന് നമ്മൾ വൺ അമംഗ് ദ ബോയ്സ്, ഈ ബോയ്സ് എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്ലൂറൽ ആണെന്ന് വിചാരിച്ച് പ്ലൂറൽ വെർബ് ചിലപ്പോൾ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. അറിയാമെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. അപ്പോൾ ഈ മിസ്റ്റേക്ക് വരാതെ ഇത്തരം ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് തന്നെ എഴുതുക. എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. The meeting was dashed because of bad weather. The meeting was dashed because of bad weather. Okay. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉത്തരവായിട്ട് വരിക? ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം പുട്ട് ഓഫ് ആണ് ഇവിടെ ഉത്തരവായിട്ട് വരിക. നമ്മളുടെ മിക്കവർക്കും ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് അറിയായിരിക്കും. പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണ്, ഇതിന്റെ ഉത്തരം പുട്ട് ഓഫ് ആണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? പോസ്റ്റ് പോൺ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. പോസ്റ്റ് പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീട്ടി വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ദ മീറ്റിംഗ് വാസ് പോസ്റ്റ് പോൺഡ് ബിക്കോസ് ബാഡ് വെതർ, അല്ലെങ്കിൽ ദ മീറ്റിംഗ് വാസ് പുട്ട് ഓഫ് ബിക്കോസ് ഓഫ് ബാഡ് വെതർ എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇനി പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധരിക്കുക, ടു വെയർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റിങ്യൂഷ് ചെയ്യുക, എക്സ്റ്റിങ്യൂഷ്, കെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ഓക്സിലറി വെർബ് ഫ്രേസൽ വെർബുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ പുട്ട് ഓഫ് എന്ന് പറയുന്ന ഈ ഫ്രേസൽ വെർബ് നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. കാരണം ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വൺ ഓഫ് ദ ഫ്രേസൽ വെർബ്സ് ആണ് പുട്ട് ഓഫ്. സോ ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫ്രേസൽ വെർബുകളാണ് ടേക്ക് ആഫ്റ്റർ. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസംബിൾ. റിസംബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരേപോലെ ഇരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം, ഹി ടേക്സ് ആഫ്റ്റർ ഹിസ് ഫാദർ. അവനവന്റെ അച്ഛനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറയാം. റിസംബിൾസ്. ഇനി ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്കിംഗ് കെയർ. അതായത് ഒരാളെ നോക്കുക. ഹി ലുക്സ് ആഫ്റ്റർ ഹിസ് ചിൽഡ്രൻ. അപ്പോൾ എന്താണ്? ടേക്കിംഗ് കെയർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഫ്രേസൽ വെർബുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ഫ്രേസൽ വെർബുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പുട്ട്, ലുക്ക്, അതുപോലെ ടേക്ക്, ഇതിന്റെയൊക്കെ ഫ്രേസൽ വെർബുകൾ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബുകളാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഫ്രേസൽ വെർബുകൾ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്തത് ഇനി ക്വസ്റ്റ്യൻ ടാഗ് ആണിത്. ഓൾ ആർ ഹാപ്പി. ഓൾ ആർ ഹാപ്പി എന്ന് പറയുന്നൊരു സെന്റൻസ്, ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ ഉത്തരം വരിക? ഓൾ ആർ ഹാപ്പി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ, അല്ലേ? അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗുകളൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. ആർദേ അല്ല, ഇനി ഈസിൻഡിറ്റും ഈസിറ്റും അല്ല, പിന്നെ ബാക്കിയുള്ള ഏതാണ്? ആറിൻഡ് ദേ ആണ്. ഓക്സിലറി വെർബിനനുസരിച്ചാണല്ലോ നമ്മളെപ്പോഴും ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഓൾ ആർ ഹാപ്പി, അപ്പോൾ ഇവിടെ നമുക്ക് വരാവുന്നത് ആറിൻഡ് ദേ ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അതുപോലെ ദേ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ കൂടിയവർക്ക് അറിയാം. അല്ലെങ്കിൽ ജസ്റ്റ് എന്ന് പറയുകയാണ് എവരി വൺ എവരിബഡി, നോ വൺ നോബഡി, നോ വൺ നോബഡി, സമ്മൺ സംബഡി, ഓൾ, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ദേ എന്ന് പറയുന്ന ടാഗ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും ദേ എന്ന് പറയുന്ന ടാഗ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഓൾ ആർ ഹാപ്പി ആർ ഇൻ ദേ എന്നുള്ളതായിരിക്കും ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വി ലുക്ക് ഫോർ ദ ലോസ്റ്റ് പപ്പി എവരിവെയർ. ദ അഡ്വേർബ് ഇൻ ദ സെന്റൻസ് ഈസ്. അപ്പോൾ നമുക്കൊരു സെന്റൻസ് കിട്ടിയിട്ടുണ്ട്. വി ലുക്ക് ഫോർ ദ ലോസ്റ്റ് പപ്പി എവരിവെയർ. അപ്പോൾ ഇതിലെ അഡ്വേർബ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്താണ് ഒരു അഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? An adverb is a word that modifies a verb. അതായത് ഒരു ക്രിയയെ, ഒരു സെന്റൻസിലെ ഒരു ക്രിയയെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പദത്തിനെയാണ് നമ്മൾ സാധാരണ അഡ്വർബ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രിയ വിശേഷണം, പേരിൽ തന്നെയുണ്ട്, ക്രിയയെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രിയ എന്ന് പറയുന്നത് ലുക്ഡ്, നോക്കുക എന്നുള്ളതാണ്. അപ്പം ലുക്ഡ് എവരിവെയർ, എല്ലായിടത്തും നോക്കി എന്നുള്ള ആ ഒരു മീനിങ് ആണ് നമുക്ക് വരേണ്ടത്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ആയിട്ട് ലുക്ഡ്, എവരിവെയർ, പപ്പി, ലോസ്റ്റ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ അഡ്വർബ് ആയിട്ട് വരുന്ന ഏതാണ്? എവരിവെയർ, എല്ലായിടത്തും നോക്കി എന്നുള്ളതാണ് അഡ്വർബ് ആയിട്ട് വരുന്നത്.
ഓക്കെ, അപ്പോൾ അഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാവിശേഷണം. ക്രിയയെ വിശേഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വർബുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ക്രിയയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്, അതിനെ നമ്മൾ അഡ്വർബായിട്ട് എഴുതുന്നു. സാധാരണ കുറെ ടൈപ്പ് ഓഫ് അഡ്വർബുകൾ ഉണ്ട്. അഡ്വർബുകൾ എൽ വൈ എന്ന് പറയുന്ന ടേമിലാണ് കൂടുതലും അവസാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്വീറ്റ്ലി, ബാഡ്ലി, ഡിയർലി, സൈലന്റ്ലി, വില്ലിംഗ്ലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, നോർമലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ അഡ്വർബുകളായിട്ട് നോർമലായിട്ട് വരുന്ന പദങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.